12-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാമോ? മതി. നല്ല വചനത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടെ കർത്താവിൻ്റെ പ്രിയദാസനായ ദാവീദ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വ്യത്യസ്തമായ ഒട്ടനവധി ചിന്തകൾ ആഴമായി നിലനിൽക്കുന്ന ഒരു സങ്കീർത്തന ഭാഗമാണെങ്കിലും അതിനകത്തുനിന്ന് 1-ാമത്തെ വാക്യം മാത്രം ഞാൻ നിങ്ങളോട് ഈ രാത്രി കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കണം. സങ്കീർത്തനങ്ങൾ 12:1 പറയുന്നു, ദൈവമേ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രരിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ കാലഘട്ടത്തിനകത്ത് ഈ 2025 പ്രാരംഭ മാസത്തിൽ ഞാൻ സ്നേഹത്തോടെ ദൈവസഭയോട് ആത്മാർത്ഥമായി ദൈവാത്മാവിൽ കൈമാറുകയാണ്. വളരെ പ്രാർത്ഥനകൾ ഏറിയ ആവശ്യമായൊരു കാലഘട്ടത്തിനകത്ത് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു തലമുറ മുഴുവനും പാപത്തിനടിമയായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ, ഒരു ഭാഗത്ത് ജാതീയ വ്യാപാരങ്ങൾ എഴുന്നേറ്റുകൊണ്ടിരിക്കുമ്പോൾ, ഈ തലമുറയിലും ദൈവം ശക്തമായി ദൈവരാജ്യത്തിനു വേണ്ടി നിൽക്കുന്ന നിലകൊള്ളുന്ന ഭക്തന്മാർ ദൈവം എഴുന്നേറ്റ് വരാൻ ആഗ്രഹിക്കുകയാണ്. ഈ രാത്രിയിലും ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ഇന്ന് പകൽക്കാലം ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, ഈ രാത്രി നാം ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ, കൈയടിക്കുമ്പോൾ, അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഇതെല്ലാം നല്ലതാണ്. നന്നായി ദൈവദാസൻ നമ്മെ ആരാധനയിലൊക്കെയും നമ്മെ കൊണ്ടുപോകാനൊക്കെയും ഇടയായി, എല്ലാം നല്ലതാണ്. പക്ഷേ അതിനപ്പുറം നമ്മുടെ തലമുറയോളം നിലനിൽക്കുന്ന ദൈവികമായ അനുഗ്രഹത്തെ വിളിച്ചു വരുത്താൻ ആർക്ക് കഴിയുമെന്ന് ചോദിച്ചാൽ ഒരു വിശ്വസ്തയോടെ നിൽക്കുന്ന ഒരു യഹോവ ഭക്തന് മാത്രമേ കഴിയത്തുള്ളൂ. ദാവീദ് ആ തലമുറയിൽ കരയുകയാണ്, ആ തലമുറയിൽ പ്രാർത്ഥിക്കുകയാണ്, യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുകയാണ്. ഈ തലമുറയിൽ 2025 സ്നേഹത്തോടെ ആത്മനിറവിൽ ഇന്ന് രാത്രി നമുക്ക് ദൈവസഭയുമായി ഒരുമിച്ച് പ്രാർത്ഥിക്കാമോ? ഈ തലമുറയിൽ ഭക്തന്മാർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തെ ആരാധിക്കുന്ന വ്യവസ്ഥയിൽ നിൽക്കുന്ന, ദൈവിക പ്രമാണത്തിൽ നിൽക്കുന്ന, വിശുദ്ധിയിൽ നിൽക്കുന്ന, വേർപാടിൽ നിൽക്കുന്ന ഭക്തന്മാർ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ തലമുറയിലും ഒരു ദൈവഭക്തനായി നിൽക്കാം, ആവശ്യമായൊരു ദൈവകൃപ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവ് എൻ്റെ മേൽ കൈമാറണമേ. ഇന്ന് പകൽക്കാലം അങ്ങനെ പ്രാർത്ഥിക്കാം. നമ്മുടെ കൂടാരങ്ങൾക്കകത്ത് സമയങ്ങൾ വേർതിരിക്കേണ്ട സമയമാണ്. നമ്മുടെ ആലയങ്ങൾ അങ്ങനെയുള്ള പ്രാർത്ഥനകൾക്ക് മാറ്റിവെക്കേണ്ട സമയമാണ്. ആരാധിക്കുന്നവരുണ്ട്, ആരാധന നിയന്ത്രിക്കുന്നവരുണ്ട്, പ്രസംഗിക്കുന്നവരുണ്ട്, കൈയടിക്കാൻ ആളുണ്ട്, പാടാൻ ആളുണ്ട്, സാമ്പത്തികം മുടക്കാൻ ആളുണ്ട്. പക്ഷേ ദൈവിക തലമുറയ്ക്കകത്ത് ഭക്തന്മാർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രാർത്ഥിക്കണമെന്ത്? ഭക്തന്മാർ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ തലമുറയിൽ ദൈവഭക്തനായി നിൽക്കാനുള്ളൊരു കൃപ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ദൈവത്തിൻ്റെ ഭക്തനായി ജീവിക്കാനുള്ളൊരു കൃപ. ആരെല്ലാം പിന്മാറിപ്പോയാലും, ആരെല്ലാം ഈ ലോകത്തിൻ്റെ മോഹത്തിനകത്ത് കുടുങ്ങിപ്പോയാലോ, ആരെല്ലാം ഈ ദൈവത്തെ ഉപേക്ഷിച്ചു പോയാലോ, ഒരു ദൈവഭക്തനായി ജീവിക്കുമെന്നൊരു തീരുമാനം ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ഒരു വ്യക്തി എഴുതെടുത്ത ഈ രാത്രി ഈ മീറ്റിംഗ് ധന്യമാണ്. ഈ മീറ്റിംഗ് ദൈവം പ്രസാദിക്കുന്നതാണ്. ഈ മീറ്റിങ്ങിനകത്ത് ദൈവ സാന്നിധ്യം ചലിച്ചു കൊണ്ടിരിക്കുക. ലൈവിലൂടെ ഞങ്ങളെ കാണുന്നവർ ഇന്ന് രാത്രി നിന്റെ കൂടാരത്തിനകത്ത് എന്ത് നീ നേടിയെന്നല്ല വിഷയ, നാളെ നിന്റെ കൂടാരത്തിനകത്ത് എന്തൊക്കെ നേടുന്നു എന്നല്ല വിഷയ. അതിനേക്കാളപ്പുറം ഈ തലമുറയിൽ ദൈവഭക്തനായി ജീവിക്കുന്നുണ്ടോ എന്നതാണ് വിഷയമെങ്കിൽ ഈ തലമുറയിൽ ഒന്ന് സമർപ്പിക്കാമോ? ഭക്തന്മാർ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, യഹോവയുടെ സന്നിധിയിൽ വിശുദ്ധന്മാർ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ വിശുദ്ധിയോടെ വേർപാടോട് ജീവിക്കുന്നവർ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഈ
തലമുറയിൽ ഒരു ദൈവഭക്തനായി ജീവിപ്പാ എൻ്റെ മേലൊരു ദൈവകൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ കരമുയർത്തി എൻ്റെ ദൈവത്തിനൊരു ആരാധന കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 12-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിനകത്ത് ദാവീദിൻ്റെ പ്രത്യേക പ്രാർത്ഥന, ദാവീദിൻ്റെ അപേക്ഷ ശ്രദ്ധേയമായ ഒരു അപേക്ഷയാണ്. ദാവീദിൻ്റെ അപേക്ഷ ശ്രദ്ധേയമായ ഒരു അപേക്ഷയാണ്. വേദപുസ്തകത്തിനകത്ത് ഒട്ടനവധി പദങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ദൈവ മനുഷ്യൻ എന്ന് പറയുന്ന പദമുണ്ട്, ദൈവത്തിൻ്റെ പുരുഷൻ എന്ന് പറയുന്നുണ്ട്. ഹലോ, പക്ഷെ ഇവിടെ പറയുകയാണ് യഹോവ ഭക്തൻ. യഹോവ ഭക്തൻ. ആരാണ് യഹോവ ഭക്തൻ? ദൈവത്തെ മാത്രം ആശ്രയിക്കുന്നവനാണ് യഹോവ ഭക്തൻ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഇന്ന് പകൽക്കാലം ലോകത്തെ ആശ്രയിക്കാതെ, മനുഷ്യനെ ആശ്രയിക്കാതെ, മനുഷ്യനെ നമ്പാതെ ദൈവത്തിൻ്റെ മുഖം മാത്രം നോക്കി ചലിക്കുന്ന ഒരുവൻ്റെ പേരാണ് യഹോവ ഭക്തനെങ്കിൽ, ഇന്ന് പകൽക്കാലം ഈ ലോകത്തിലെ മനുഷ്യനെ ആശ്രയിക്കുന്നത് ഈ രാത്രി നിർത്തിയിട്ട് ദൈവത്തിൽ ആശ്രയിക്കാമെന്നൊരു തീരുമാനമെടുത്ത നിന്നെ നോക്കി ദൈവം പറയോ, ഇവൻ എന്നെ നോക്കി ഇറങ്ങിയവനാണ്, ഇവൻ എന്നെ നോക്കി ഇറങ്ങിയവനാണ്, ഈ മരുഭൂമിയിലും എന്നെ വിട്ടേച്ചു പോകാത്തവനാണ്, ഈ താഴ്ചയിലും ഈ താഴ്വരയ്ക്കകത്ത് എൻ്റെ മുഖം കണ്ടിറങ്ങിയവനാണ്. ഇന്ന് പകൽക്കാലം അങ്ങനെ ഇറങ്ങിയവർ ഈ ലോകത്തിൻ്റെ പ്രതികൂലത്തിനകത്തിട്ട് തകർത്ത് കളയാൻ ഞാൻ അനുവദിക്കത്തില്ലെന്ന് ഇന്ന് പകൽക്കാലം ദൈവം പറഞ്ഞ, ദൈവം അനുകൂലമായി ചലിച്ച, നീ ദൈവഭക്തനായി ജീവിച്ച, ദൈവം അനുകൂലമായി ചലിച്ച ലോകത്തിൽ എന്തെല്ലാം പ്രതികൂലമായാലോ നീ ജയാളിയോടാമേ ജയാളിയെ പോലെ നീ ജീവിക്കുക, നീ ജയാളിയെ പോലെ ജീവിക്കുക. ഇന്ന് പകൽക്കാലം ലോകത്തിൽ എന്തുണ്ടായിട്ട് ദൈവം നിന്റെ കൂടെ ഇല്ലെങ്കിൽ, ഇന്ന് പകൽക്കാലം നീ ഉണ്ടാക്കിയതും നീ അധ്വാനിച്ചത് നീ നേടിയതോ എല്ലാം വെറുതെയാണ്. ഈ തലമുറയിൽ ദൈവമുള്ളവനായി യഹോവ ഭക്തനായി ജീവിക്കുക. ഇന്ന് പകൽക്കാലം ഈ പ്രസംഗം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമോ ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിക്കാമോ? ഈ തലമുറയിൽ ദൈവമേ ഭക്തന്മാർ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോ, ഭക്തന്മാർ ഇല്ലാതെ പോകുമ്പോ, ഞങ്ങളുടെ ആലയത്തുനിന്ന് ഞങ്ങളുടെ കുടുംബങ്ങൾക്കകത്തുനിന്ന് ദൈവത്തെ മാത്രം നോക്കി ജീവിക്കും, ദൈവത്തെ മാത്രം ആശ്രയിക്കും. ഇന്ന് പകൽക്കാലം ബലത്തിൽ ആശ്രയിക്കാതെ, ധനത്തിൽ ആശ്രയിക്കാതെ, സൗന്ദര്യത്തിൽ ആശ്രയിക്കാതെ, വിദ്യാഭ്യാസത്തിൽ ആശ്രയിക്കാതെ, ഈ ലോകത്തിലുള്ള ഒന്നിലും ആശ്രയിക്കാതെ ദൈവത്തിൽ മാത്രം ആശ്രയിക്കും, ദൈവത്തെ മാത്രം ശരണമാക്കുന്നു. ആഴമേറിയൊരു ദൈവ സാന്നിധ്യം ഇതിനകത്ത് ചലിക്കുകയാണ്, ഇതിനകത്ത് ചലിക്കുകയാണ്, ഇതിനകത്ത് ചലിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവ മനുഷ്യന്മാർ എഴുന്നേൽക്കട്ടെ, ദൈവത്തിൻ്റെ മനുഷ്യന്മാർ എഴുന്നേൽക്കട്ടെ, ദൈവത്തിൻ്റെ ഭക്തന്മാർ എഴുന്നേൽക്കട്ടെ. ഒരിക്കൽ ശമൂവേലിനെ നോക്കി ശൗലിൻ്റെ ശിഷ്യന്മാർ ഒരിക്കൽ പറഞ്ഞു, ശൗലേ, ഈ ദേശത്തൊരു ദൈവ മനുഷ്യനുണ്ട്, ഇന്ന് പകൽക്കാലം ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തിൻ്റെ ദൂത് കൈമാറുന്ന, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ചില കൂടാരങ്ങൾ ഈ ദേശത്തുണ്ടമ്മ. ഒരിക്കൽ ഏലിയാവ് പറഞ്ഞു, ദൈവമേ, ബാലിന് മുട്ടുകുത്താത്ത ഒരേ ഒരുത്തൻ ഞാൻ മാത്രമാണ്, ബാലിന് മുട്ടുകുത്താത്ത ഒരേ ഒരുത്തൻ ഞാൻ മാത്രമാണ്. ദൈവം പറഞ്ഞു, അല്ലടാ, ബാലിന്റെ മുൻപിൽ മുട്ടുകുത്താത്ത 7000 എണ്ണത്തെ ഞാൻ ശേഷിപ്പിച്ചിട്ടുണ്ട് ഈ പട്ടണത്തിനകത്ത്. കപട ഭക്തന്മാർ എഴുന്നേറ്റുകൊണ്ടിരിക്കുമ്പോ ദൈവാരാധനകൾക്കകത്ത് ജാതി ആരാധനകൾ കലർന്നുകൊണ്ടിരിക്കുമ്പോ, ഈ ആരാധനകൾക്കകത്ത് ദൈവിക മഹത്വം പോയിക്കൊണ്ടിരിക്കുമ്പോ, ഈ തലമുറയിൽ ദൈവത്തിന്റെ മഹത്വം വലിക്കുന്ന, ബാലിന് മുട്ടുകുത്താത്ത, ലോകത്തിന് മുട്ടുകുത്താത്ത, ലോകത്തിന്റെ ജഡത്തിന് ഇച്ഛകൾക്കകത്ത് ചലിക്കാത്ത ചില ശേഷിപ്പുകൾക്ക് വേണ്ടി ഈ തലമുറയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കരയുന്ന ചില മാതാവിന്റെ കണ്ണുനീരിന് തുടച്ചു മാറ്റി, കരയുന്ന ചില ദൈവദാസന്മാരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ചില
ശേഷിപ്പുകൾ ഇടമേൽക്കട്ട്. ഭക്തന്മാർ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോ, വിശ്വസ്തന്മാർ മനുഷ്യപുത്രരുടെ ഇടയിൽ ഇല്ലായ്മപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ, ഈ തലമുറയിൽ ദൈവഭക്തനായി ജീവിപ്പാ, ദൈവത്തിന്റെ വിശ്വസ്തനായി ജീവിപ്പാ. ഓ റിമാനധരദലഗടഗബര, ഓ ശബരദലഗടഗബര, റിഗംധരാറികൾക്കമാണദലഗടഗ. ഇന്ന് പകൽക്കാലം സ്നേഹത്തോടെ ആത്മനിറവിൽ ഞാൻ പറയട്ടെ, ദാവീദ് അന്ന് പ്രാർത്ഥിച്ചെങ്കിൽ ഇന്ന് ആ കോണ്ടസ്റ്റും നമ്മുടെ കോണ്ടസ്റ്റും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ആമേ, ഇന്ന് പകലിലും ഈ രാത്രിയിലും ഈ ഡെലിവറൻസ് മീറ്റിംഗിനകത്തും ഏറ്റവും വലിയ ഡെലിവറൻസ് എന്ന് പറയുന്നത് നിന്റെ ഹൃദയത്തിനകത്ത് ഒരു പരിച്ഛേദന നടക്കുക എന്നതാണ്. നിന്റെ ഉള്ള മനുഷ്യൻ, നിന്റെ അകത്തെ മനുഷ്യൻ ഇന്ന് രാത്രി ബലപ്പെട്ടെഴുന്നേൽക്കുകയാണ്. ഏതോ കേവലം ജഡത്തിൻ്റെ ദൂത് കേട്ട്, ഏതോ കേവലം ജഡത്തിൻ്റെ ഇച്ഛകളുടെ ദൂത് കേട്ട് ആത്മാവിൽ കുതിക്കുന്നതിനേക്കാൾ ഇന്ന് പകൽക്കാലം വലിയ കയ്യടിയൊന്നും ഇതിനകത്ത് ഉയർന്നില്ലേലോ. കണ്ണുനീരോടൊരു സമർപ്പണ. ഭക്തന്മാർ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോ, ദൈവസന്നിധിയിൽ കപടഭക്തന്മാർ എഴുന്നേറ്റുകൊണ്ടിരിക്കുമ്പോ, പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞ ദുരുപദേശകന്മാർ സഭയ്ക്കകത്തു നുഴഞ്ഞുകൊണ്ടിരിക്കുമ്പോ, സത്യാരാധനയ്ക്കെതിരെ മിഥ്യാരാധനകൾ എഴുന്നേറ്റുകൊണ്ടിരിക്കുമ്പോ, സത്യത്തിലും ആത്മാവിലും ദൈവത്തെ സ്തുതിക്കുന്ന ദൈവവചനം പറയുന്നു, കയ്യനും ഹാബേലും യാഗമർപ്പിക്കാൻ പോയി. കയ്യൻ തനിക്കുള്ള ചിലവിൽ നിന്ന് യാഗമർപ്പിച്ചു, ഹാബേൽ തനിക്കുള്ള ചിലവിൽ നിന്ന് യാഗമർപ്പിച്ചു. വചനം പറയുന്നു, കയ്യനിൽ ദൈവം പ്രസാദിച്ചില്ല, മറിച്ച് ദൈവവചനം അടുത്തു പറയുന്നു, ആമേൻ, അവൻ ഹാബേലിലും അവന്റെ യാഗത്തിലും പ്രസാദിച്ചു. ഇന്ന് രാത്രി നിന്നിൽ അവൻ പ്രസാദിക്കണം. നീ ഒരു ദൈവ മനുഷ്യനായ, നീ ഒരു ദൈവഭക്തനായ, നിന്റെ കൂടാരത്തിനകത്ത്, നിന്റെ സ്കൂളിനകത്ത്, നിന്റെ ഒരു കോളേജിനകത്ത്, നിന്റെ വിദ്യാഭ്യാസ മേഖലകൾക്കകത്ത്, നിന്റെ രഹസ്യ പരസ്യ ജീവിതത്തിനകത്ത് നീ ദൈവഭക്തനായി ജീവിച്ച ഇന്ന് പകൽക്കാല നീ പ്രസാദം തേടി പോകണ്ട. നിന്റെ ആരാധനകൾക്കകത്ത് ദൈവപ്രസാദം ഇറങ്ങി വരും. ഈ പകൽ, ഈ രാത്രി ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. ദൈവഭക്തന്മാർ എഴുന്നേൽക്കട്ടെ. അർത്ഥമാണ് ദുരതലഘടകവര, അർത്ഥമാണ് ദുരഘടകവര, ജലഘടകംബരാറികൾ ഖബ റിഗംധരാറികൾ ഖമാണ് ദുരഘടകം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നാളുകളിൽ നമ്മുടെ മിനിസ്ട്രിയോട് ചേർന്ന് പ്രവർത്തിക്കാൻ ഒത്തിരി പേര് ആഗ്രഹിക്കുന്നുണ്ട്. ഒത്തിരി ദൈവദാസന്മാർ, ബൈബിൾ കോളേജ് കഴിഞ്ഞവരൊക്കെയും ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ഒരു വിഷയം ഞാൻ എൻ്റെ ഒരു മെൻറ്ററോട് ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ, എൻ്റെ ഒരു ടീച്ചറോട് ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ ആ ദൈവ മനുഷ്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എല്ലാത്തിനെയും ഫിൽട്ടർ ചെയ്ത് മാത്രമേ ചേർത്ത് നിർത്താവൂ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഫിൽട്ടർ ചെയ്ത് മാത്രമേ ചേർത്ത് നിർത്താവൂ. താൻ പറഞ്ഞ പദം എൻ്റെ ഹൃദയത്തിന് അകത്തളത്തിൽ നന്നായിട്ടൊന്ന് കുത്തി. ഹലോ, എൻ്റെ ഹൃദയത്തിനകത്ത് ഒട്ടനവധി ചിന്തകൾ കൊണ്ടുവന്നു. ഒത്തിരി പേർ ചോദിക്കുന്നുണ്ട്, പാസ്റ്ററെ ഒന്ന് കൂടെ ഒന്ന് ശുശ്രൂഷയ്ക്ക് നിന്നോട്ടെ, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാമോ? എനിക്കതൊക്കെ ആഗ്രഹമാണ്. പക്ഷേ ആ ദൈവദാസൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എല്ലാവരും ഏത് സ്വഭാവക്കാരാണെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറമെ കപടഭക്തിയും, ഹലോ, കപടഭക്തിയും മാസ്ക് ധരിച്ചിട്ട് പലരും പുറമേ നമ്മോട് കൂടെ ചേർന്ന് നിന്നാൽ അത് നമ്മുടെ ശുശ്രൂഷയെ പോലും ബാധിക്കും. നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? ഈ തലമുറയിൽ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ഭക്തന്മാരെക്കാൾ കപടഭക്തന്മാരാണ് കൂടുതൽ. വിശുദ്ധന്മാരെക്കാൾ വിശുദ്ധന്മാരെക്കാൾ, വിശ്വസ്തതയുള്ളവരെക്കാൾ അവിശ്വസ്തന്മാരാണ് കൂടുതൽ. പുറമെ നമ്മളോട് മധുരവാക്ക് പറയുകയും നമ്മുടെ ചേർത്ത് നിർത്തുകയും നമ്മുടെ പ്രാർത്ഥനകൾ കൊതിക്കുകയും നമ്മിൽ നിന്ന് നന്മകൾ ആഗ്രഹിക്കുകയും ചെയ്തിട്ട് മാറി നിന്ന് നമുക്കെതിരെ, നമ്മുടെ ആലയങ്ങൾക്കെതിരെ, നമ്മുടെ ശുശ്രൂഷകൾക്കെതിരെ നമ്മെ ഒന്ന് തകർത്ത് കളയാൻ ആഗ്രഹിക്കുന്നവരാണ് കൂടുതൽ. നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? ഇന്ന് രാത്രി സ്നേഹത്തോടെ ഞാൻ പറയാം, ഈ ലോകത്തിലെ ഒരു മണ്ണയും കിട്ടിയില്ലേലും ഒരു ദൈവഭക്തനായി ജീവിക്കാം. നീ ജീവിതം സമർപ്പിച്ച നിന്റെ ജീവിതം ധന്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഏറ്റവും കൂടുതൽ
ഭക്തൻ, യഹോവ ഭക്തൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഭക്തൻ എന്നൊക്കെയുള്ള പദം കാണാൻ കഴിയുന്നത് സങ്കീർത്തനങ്ങളിലാണ്. അതിലും ഏറ്റവും കൂടുതലുള്ളത് ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളിലകത്താണ്. സങ്കീർത്തനങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം, അതൊരു പോയറ്റിക് ലിറ്ററേച്ചറാണ്. അതൊരു ഗാനരൂപത്തിൽ എഴുതിയ സംഗീതങ്ങളാണെന്ന് വേണമെങ്കിലൊക്കെ പറയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഗീതങ്ങൾക്കകത്ത് ദാവീദ് പറയുന്നൊരു പദമാണ് യഹോവ ഭക്തൻ, ദൈവത്തിൻ്റെ ഭക്തൻ, ദൈവത്തിൻ്റെ ഭക്തൻ. മറ്റു പുസ്തകങ്ങളിലൊക്കെ വ്യത്യസ്തമായ പദങ്ങളാണ് കാണാൻ കഴിയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശൗലിനെ പറ്റി, ശൗലിൻ്റെ ഭൃത്യന്മാർ ശമൂവേലിനെ പറ്റി പറയുന്നുണ്ട്. ഈ ദേശത്തൊരു ദൈവ ഭക്തൻ എന്നല്ല പറയുന്നത്, ദൈവ മനുഷ്യനുണ്ട്. ദൈവ മനുഷ്യനുണ്ട്. എലീശയെ പറ്റി മറ്റ് ചില വ്യക്തികൾ വേദപുസ്തകത്തിനകത്ത് പറയുന്നുണ്ട്, ഈ ദേശത്തൊരു ദൈവ പുരുഷനുണ്ട്. വ്യത്യസ്തമായ കോണ്ടസ്റ്റുകളിൽ വ്യത്യസ്ത പദങ്ങളാണ് വേദപുസ്തകത്തിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ ദൈവഭക്തനെന്ന്, യഹോവാഭക്തനെന്ന് പദങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് ദാവീദിന്റെ സങ്കീർത്തനങ്ങൾക്കകത്താണ് ഏറ്റവും കൂടുതൽ ആഴമായി കാണാൻ കഴിയുന്നത്. അതിനകത്ത് ദാവീദിന്റെ 12-ാം സങ്കീർത്തനത്തിനകത്താണ് ദാവീദ് ഭക്തന്മാർ കുറഞ്ഞുപോയി എന്ന് സങ്കടത്തിൽ ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നത് എന്താ ദാവീദേ, നീ ദൈവസന്നിധിയിൽ ഭക്തന്മാർ കുറഞ്ഞുപോയി എന്ന് വിശ്വസ്തന്മാർ മനുഷ്യരുടെ പുത്രന്മാരുടെ ഇടയിൽ കുറഞ്ഞുപോയി എന്ന് നിലവിളിക്കാനുള്ള കാരണമെന്തെന്ന് ദാവീദിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ദാവീദ് പറയും, ദൈവദാസനെ, ഒരു തലമുറയിൽ ഒരു തലമുറയെ പിടിച്ചു നിർത്താം, ഒരു ദേശത്തെ പിടിച്ചു നിർത്താം. ദൈവിക പ്രസാദം, ദൈവിക മഹത്വം ഒരു ദേശത്ത് കൊണ്ടുവരാൻ കഴിയുന്നത് ദൈവഭക്തന്മാർക്കാണ്. നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? വേദപുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ ആരാണ് ദൈവഭക്തൻ? വചനങ്ങളൊന്നും ഞാൻ എടുത്ത് പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല, എങ്കിലും കമ്പിവാചകം പോലെ എൻ്റെ ഹൃദയത്തിനകത്ത് കിടക്കുന്ന ചെറിയ ചിന്ത നിങ്ങളോട് കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. ആരാണ് ദൈവഭക്തൻ? ആരാണ് ദൈവഭക്തൻ? എന്താണ് ദൈവഭക്തന്റെ പ്രത്യേകത? ദൈവഭക്തൻ ഇത്രയുള്ളൂ, മനുഷ്യനിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയാണ് ദൈവഭക്തൻ. ആമേൻ, ഹല്ലേലൂയ. അവൻ ഒരിക്കലും ജഡത്തിൽ ആശ്രയിക്കുന്നില്ല, അവനൊരിക്കലും ധനത്തിൽ ആശ്രയിക്കുന്നില്ല, അവനൊരിക്കലും ഈ ലോകത്തിന്റെ പരമായ അവനുള്ള ഒന്നിനും ആശ്രയിക്കുന്നില്ല. അവന്റെ ആശ്രയം മുഴുവനും ദൈവത്തിലാണ്. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്ത് വന്നിരിക്കുമ്പോഴും നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹം എൻ്റെ കുഞ്ഞൊന്ന് അനുഗ്രഹിക്കപ്പെട്ടിരുന്നെങ്കിൽ, അവനൊരു നല്ല കാലം ഉണ്ടായിരുന്നുവെങ്കിൽ ഒന്ന് അവനിൽ ആശ്രയിക്കാമായിരുന്നു. നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? ഒന്ന് പഠിച്ചു നന്നായിരുന്നെങ്കിൽ, അവനൊരു ഉപജീവന മേഖല ലഭിച്ചിരുന്നെങ്കിൽ, അവൻ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അവന്റെ കയ്യിൽ നിന്ന് ചില നന്മകൾ, അവളുടെ കയ്യിൽ നിന്ന് ചില നന്മകൾ വാങ്ങിക്കാമെന്ന്, അവളിൽ ആശ്രയിക്കാമായിരുന്നു എന്നൊക്കെ ഇരു മനസ്സോടുകൂടെയാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനകൾ മുഴുവനും അതാണ്. ദൈവമേ, എൻ്റെ തലമുറയെ അനുഗ്രഹിക്കണമേ, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, എനിക്ക് വീട് തരണമേ, കാറ് തരണമേ. ഇതെല്ലാം നല്ലതാണ്. പക്ഷെ ഇന്ന് പകൽക്കാലം അതൊന്നുമല്ല ദൈവഭക്തന്റെ ക്വാളിറ്റി. ദൈവത്തിന്റെ ഭക്തന്റെ ക്വാളിറ്റി മനുഷ്യനിലല്ല ആശ്രയിക്കുന്നത്, അവൻ ദൈവത്തിലാണ് ആശ്രയിക്കുന്നത്. ഇന്ന് പകൽക്കാലം മനുഷ്യനിലല്ല ദൈവത്തിന്റെ ഭുജത്തിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യനെ പറ്റിയാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. അവൻ ദൈവഭക്തനാണ്. ഇന്ന് രാത്രി ആത്മമറവിൽ പറയാൻ കഴിയുമോ, ഞാൻ ആശ്രയിക്കുന്നത് മനുഷ്യനിലല്ല, ഞാൻ ആശ്രയിക്കുന്നത് എന്റെ ബന്ധുമിത്രാദികളിലല്ല, ഞാൻ ആശ്രയിക്കുന്നത് ഒരു വ്യക്തിയുടെ കരത്തിലെ നന്മ കണ്ടിട്ടല്ല. ഈ രാത്രി ഞാൻ ജീവിക്കുന്നത് എന്റെ ദൈവത്തെ നോക്കിയാണ്. അർത്ഥമാന ധൂരധാരം ധാരം 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 ധാരമനത്തുര വൈഡവരകബേ
ഇന്ന് രാത്രി ഞാൻ കൊതിക്കുന്നു. ചില ദൈവഭക്തന്മാരായി കണ്ണുനീരോടെ കരഞ്ഞ ചിലവിന് ഈ രാത്രി ദൈവത്തിന്റെ മറുപടി വെളിപ്പെടട്ടെ. ആളുകളായി കരഞ്ഞ ചില വിഷയങ്ങൾക്ക് ഈ രാത്രി ദൈവത്തിന്റെ ആഴമേറിയ വിടുതലിന്റെ കരം വെളിപ്പെടട്ടെ. ഇന്ന് രാത്രി ദൈവത്തെ മാത്രം ലക്ഷ്യമാക്കി ദൈവരാജ്യത്തിന് വേണ്ടി മാത്രം ഓടി ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിച്ചു. കിട്ടിയതെല്ലാം ദൈവരാജ്യത്തിന് ചിലവഴിച്ചു. ഇന്ന് രാത്രി ശൂന്യമായി. ഇന്ന് രാത്രി ദൈവമേ, ഞാൻ നിനക്ക് വേണ്ടി നിന്നിട്ട് എൻ്റെ ജീവിതം ഇങ്ങനെയായി പോയോ എന്ന് ആരെങ്കിലും വേദനിക്കുന്നവരുണ്ടെങ്കിൽ ഈ രാത്രി ദൈവാത്മാവ് കൃത്യമായി ഇടപെടുകയാണ്. മകനെ, മകളെ, എന്നിൽ ആശ്രയിക്കുമാര് ലജ്ജിച്ചു പോകാൻ ഞാൻ ഇടവരുത്തിയിട്ടില്ല. ഈ രാത്രി ഞാൻ നിനക്ക് വേണ്ടി ചിലവ് ചെയ്യും. നിന്റെ കൂടാരത്തിന് വേണ്ടി ചിലവ് ചെയ്യും. ഞാൻ നിന്റെ കുടുംബത്തിന് വേണ്ടി ചിലവ് ചെയ്യും. ഓ ശബരബലഘടകബരാതലഘടക അർത്ഥമാന ധാര 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 ശരാതലഘടകബരാതലഘടകം ധേരകൾ ഖമാന ദുരഘടക ഋഗം ധരാറുകൾ ഖമാട ദുരഘടകം ധേരകൾ ഖമാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാത്രി സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ദൈവഭക്തന്റെ യഹോവഭക്തന്റെ പ്രത്യേകത, അവൻ മനുഷ്യനിൽ ആശ്രയിക്കില്ല, അവൻ ദൈവത്തിൽ ആശ്രയിക്കും. അവൻ്റെ ആശ്രയം മുഴുവനും ദൈവത്തിലാണ്. ഈ ലോകത്തിലുള്ളതിലൊന്നുമല്ല അവൻ്റെ ആശ്രയം. ഇന്ന് രാത്രി ദൈവത്തിൽ ആശ്രയിച്ചിട്ടും എവിടെയൊക്കെ കാലിടറുന്നത് പോലെ നിനക്ക് തോന്നിയാലും ഇന്ന് രാത്രി നീ ഭയപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. നീ ആശ്രയിച്ചത് ഉറപ്പുള്ള പാറയായ ക്രിസ്തുവിലാണെങ്കിൽ, നീ ചവിട്ടി നിൽക്കുന്നത് പാറമേലാണെങ്കിൽ നീ വഴുതി പോകില്ല, നീ വഴുതി പോകില്ല. വഴുതി പോകുന്നത് പോലെ നിനക്ക് തോന്നും, പക്ഷെ നിന്റെ കരം പിടിച്ചിരിക്കുന്നവർ ഇന്ന് പകലിലും നിന്നെ വഴി നടത്തുക ശക്തനായ ദൈവം മാത്രമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിനോട് സന്നിധിയിൽ ഭക്തിയോടെ ജീവിച്ചിട്ടും വേദന അനുഭവിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? രാത്രി ഒരു ദൈവഭക്തന്റെ പ്രത്യേകത എന്തെന്നറിയാമോ? അവൻ ദൈവത്തിൽ മാത്രം ആശ്രയിക്കും, മനുഷ്യനിൽ ആശ്രയിക്കില്ല, മനുഷ്യനിൽ ആശ്രയിക്കുന്നില്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത്, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, നല്ലത്, നല്ലത്. ഇന്ന് രാത്രി നിനക്ക് ആശ്രയിക്കാൻ പറ്റിയൊരിടം അത് എൻ്റെ യേശുവിൻ്റെ അടുക്കലാണ്. ഇന്ന് രാത്രി അവനെ നീ ആശ്രയിച്ച ഇന്ന് രാത്രി നീ തകർന്നു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിൻ്റെ കൂടാരം തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. എന്തെല്ലാം പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ആഞ്ഞടിച്ചാൽ ഇന്ന് രാത്രി ആത്മമർവിലൊരു ദൂത് ഞാൻ കൈമാറാം, നീയും നിൻ്റെ കുടുംബവും തകർന്നു പോകില്ല. ഹല്ലേലൂയ. യഹോവഭക്തന്റെ വേറൊരു പ്രത്യേകത, അവൻ എല്ലാവരോടും സൗമ്യനായിരിക്കും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അവൻ്റെ ജീവിതത്തിൽ എത്ര വലിയ കൊടുങ്കാറ്റ് വന്നാലും അവൻ ദൈവത്തെ തള്ളി പറയാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കും. അവൻ്റെ ബുദ്ധി കൊണ്ട് അവൻ പരിഹരിക്കാൻ പോകില്ല. യഹോവഭക്തന്റെ പ്രത്യേകത, അവൻ ദൈവത്തിൻ്റെ പാദപിടത്തിൽ ശരണം പ്രാപിക്കും. ആമേൻ. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിനകത്ത് പ്രതിസന്ധി വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ, ഒട്ടനവധി കൊടുങ്കാറ്റ് പോലെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ നമ്മളെല്ലാം മനുഷ്യനിൽ ആശ്രയിക്കാൻ പോകും, അല്ലേ? മനുഷ്യനിൽ ആശ്രയിക്കാൻ പോകും. പക്ഷെ ഒരു ദൈവഭക്തൻ്റെ പ്രത്യേകത, എന്തെല്ലാം പ്രതിസന്ധി വന്നാലും അവൻ്റെ ആശ്രയം ദൈവത്തിലാണ്, അവൻ്റെ ആശ്രയം ദൈവത്തിലാണ്. അവൻ മനുഷ്യനിൽ ആശ്രയിക്കത്തില്ല. ഇന്ന് രാത്രി നിർമ്മല മനസാക്ഷിയായി അവൻ കപടമില്ലാത്ത ഹൃദയത്തോടെ എല്ലാവരും ദൈവരാജ്യത്തിലെത്തണമെന്ന ബോധ്യത്തോടെ ജീവിക്കുന്ന ഒരുവൻ്റെ പേരാ അവൻ യഹോവ ഭക്തൻ. യഹോവ ഭക്തൻ. അങ്ങനെ ജീവിക്കുന്ന അവനെ നോക്കി സ്വർഗം പറയുന്നുണ്ട്, അവന് വേണ്ടി ദൈവം കൊടുത്ത ചില പ്രിവിലേജുകളുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? ദൈവം കൊടുത്ത പ്രിവിലേജുകളുണ്ട്. ഇന്ന് രാത്രി ഞാൻ ആത്മനിറവിൽ പറയാ, റിവൈവൽ സെൻ്ററിൻ്റെ വിശ്വാസിയായി ജീവിക്കുന്നതിനേക്കാൾ, ഹലോ സബിൻ പാസ്റ്ററെ, ആമേ, വിശ്വസ്തനായി ജീവിക്കുന്നതിനേക്കാൾ യഹോവ ഭക്തനായി ജീവിക്കുക. നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? യഹോവ ഭക്തൻ
ഭക്തനായി ജീവിച്ചാലുള്ള പ്രത്യേകത എന്തെന്നറിയാമോ? ആമേൻ. അവൻ ദൈവരാജ്യത്തിന് വേണ്ടി യഹോവ ഭക്തനായി ഒരുവൻ ജീവിച്ച അവൻ്റെ അനുഗ്രഹം 1000 തലമുറ വരെ പിന്തുടരുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ ഇരുന്ന് പ്രസംഗിക്കുമ്പോൾ, ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഈ ഹാളിനകത്ത് ഈ ആരാധനയ്ക്ക് വേണ്ടി വന്നിരിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് അടുത്തിരിക്കുന്നവരെ കാണാം, പാടുന്നവരെ കാണാം, പ്രസംഗിക്കുന്നവരെ കാണാം. പോകുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷേക്കൻ്റെയൊക്കെ കൊടുത്ത് സ്നേഹത്തോടെയൊക്കെ നമ്മൾ അങ്ങ് പോകും. പക്ഷേ വചനം ഇങ്ങനെ പറയുന്നു, ഒരുവൻ ദൈവരാജ്യത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിന്നാൽ 1000 തലമുറ വരെ ദൈവം അവനെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കാണുന്നത് ഇന്നുള്ളതിനെയാണ്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുമ്പോഴും എൻ്റെ അപ്പനും അമ്മയും കണ്ടത് എന്നെ മാത്രമാണ്. എന്നെ മാത്രമാണ്. നിങ്ങൾ ഓരോരുത്തരുടെയും മാതാപിതാക്കൾ കണ്ടത് നിങ്ങളെ മാത്രമാണ്. ഇന്ന് രാത്രി ഞാൻ കാണുന്നത് നിങ്ങളെ മാത്രമാണ്. പക്ഷെ ഇവിടെ നിങ്ങൾ വന്നിരുന്ന് വിശ്വസ്തയോടെ ആരാധിക്കുമ്പോൾ, ലൈവിലൂടെ ഇവിടെ ഇരുന്ന് നിങ്ങൾ ഞങ്ങളുടെ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ, ഈ രാത്രി ഹാളിനകത്തായിരിക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതങ്ങളെ മാത്രം ഞങ്ങൾ കാണുമ്പോൾ, ഇന്ന് രാത്രി ദൈവം നമ്മൾ കാണുന്നത് നമ്മെ മാത്രമല്ല, നമ്മുടെ പിന്നിലുള്ള 1000 തലമുറകളെ ദൈവം കണ്ടിട്ടാണ് ഇന്ന് രാത്രി നിന്നെ അനുഗ്രഹിക്കുന്നതെങ്കിൽ, ഇന്ന് രാത്രി ആത്മാവിൽ ഞാനൊരു ദൂത് കൈമാറാ. യഹോവ ഭക്തനായി ജീവിക്ക് എങ്കിൽ നിന്റെ തലമുറ 1000 തലമുറ വരെ എന്റെ ദൈവത്തിന്റെ അനുഗ്രഹം എന്നെ കൊണ്ടുപോടും. ശബരബല ദുരജലഘടകപരാധരകം ധരാധകച്ച അർത്ഥമാന ദൂരധാരഘടകപരാധകൽഖമാന ദുരഘടകം ധാരകൽഖമ ഓ റികംധരാറികൽഖമാന ദുരജലഘടകപരാറികൽഖമാന ദുരഘടകം ധേരകൽഖമ ഓ ശഖിമിര ഘടകം ധരാറികൽഖമാന ദുരഘടകം ധാരകൽഖമ ഓ ശമന ബലഘടകപരാറികൽഖമ. രാത്രി സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, യഹോവ ഭക്തനായി ജീവിച്ചാൽ നിന്റെ തലമുറ കൊണ്ടൊതുങ്ങുന്നതല്ല ദൈവത്തിന്റെ അനുഗ്രഹം. അത് 1000 തലമുറ വരെ പിന്തുടരുന്നതാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഇന്ന് രാത്രി ഇവിടെ പ്രസംഗിക്കുമ്പോഴും ഒരുപക്ഷെ നിങ്ങൾക്ക് സബിൻ പാസ്റ്റർ മാത്രമേ കാണാൻ കഴിയുള്ളൂ. ഒരുപക്ഷെ എൻ്റെ മാതാവിനെയും പിതാവിനെയും ഹാളിനകത്ത് കണ്ടേക്കാം. പക്ഷേ ഇന്ന് രാത്രി എൻ്റെ നീ ദൈവരാജ്യത്തിന് വേണ്ടി വില കൊടുക്കുന്നവന്, ദൈവഭക്തനായി ജീവിക്കുന്നവന്, ലോകത്തിന്റെ ദൃഷ്ടിയിൽ പോഷനായി നീ തീർന്നിട്ടും ദൈവരാജ്യത്തിന് വേണ്ടി ഭക്തനായി ജീവിക്കുന്നത്, ഒരുപക്ഷെ ലോകം നിന്നെ പോഷനെന്ന് വിളിച്ചേക്കാം. പക്ഷെ എൻ്റെ ദൈവം നിന്നെ മാത്രമല്ല, നിന്റെ മുൻപിലുള്ള 1000 തലമുറയെ കണ്ടിട്ടാണ് എൻ്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നതെങ്കിൽ, ഇന്ന് രാത്രി ഈ ദൈവരാജ്യത്തെ ഉയർത്താ എത്ര പേർക്ക് തന്റെ ഇടമുണ്ട്? ഓ ശബരബലഘടകപരാധലഘടക. ഇന്ന് രാത്രി വിശ്വസ്തയോടെ ദൈവരാജ്യത്തിന് നിൽക്ക്, വിശ്വസ്തയോടെ ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്ക്. ഏവെല്ലാം പ്രതിസന്ധി വന്നാലും ഈ ദൈവത്തെ വിട്ടുപോകാതെ നിൽക്ക്. അതുകൊണ്ടാണ് ഒരു തലമുറയിലെ ഭക്തന്മാർ മുഴുവനും മരണം മുന്നിൽ കണ്ടിട്ട് ചെങ്കടൽ വന്നിട്ട്, തീച്ചൂള വന്നിട്ട്, പൊട്ടക്കിണർ വന്നിട്ട്, ജയിലറ വന്നിട്ട്, സിംഹത്തിന്റെ കുടി വന്നിട്ട്, ഇവരെല്ലാം മനുഷ്യന്റെ ഇഷ്ടത്തിന് ചലിക്കാതെ ദൈവ ഇഷ്ടത്തെ വലുതായി കണ്ടത് അവർക്കറിയാ. അവരുടെ അനുഗ്രഹം ഈ തലമുറ കൊണ്ട് തീർന്നു പോകുന്നതല്ല, അവന്റെ അനുഗ്രഹം 1000 തലമുറ വരെ പിന്തുടരുന്നതാണെങ്കിൽ, ഈ രാത്രി ഞാൻ ആത്മമറവിൽ പറയുകയോ, ദൈവരാജ്യത്തിന് വേണ്ടി കരഞ്ഞ നിന്റെ തലമുറ മാത്രമല്ല, തലമുറയോ അവന്റെ അനുഗ്രഹങ്ങളെ ചുമക്കാം. ഇന്ന് രാത്രി ദൈവം അനുഗ്രഹിക്കുന്നത് നിന്റെ ഒരു തലമുറ കണ്ടിട്ടല്ല കുഞ്ഞ്,
നീ യഹോവ ഭക്തനായി ജീവിച്ച അവൻ നിന്റെ 1000 തലമുറയെ അനുഗ്രഹിക്കുന്നവനാണെങ്കിൽ ഈ രാത്രി വിശുദ്ധിയോടെ നിൽക്കാമെന്നൊരു തീരുമാനമെടുക്ക്. യഹോവ ഭക്തന്മാർ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഈ തലമുറയിൽ യഹോവ ഭക്തനായി ജീവിക്കാമെന്നൊരു തീരുമാനമെടുക്ക്. ഇന്ന് രാത്രി ലോകത്തിന്റെ നല്ല സാക്ഷ്യം നിനക്ക് വേണ്ട. ഇന്ന് രാത്രി അയ്യോ അവൻ ഇങ്ങനെയാണ്, അവൾ ഇങ്ങനെയാണ്, ഇന്ന് രാത്രി നിന്നെ തകർത്തുകളയാ വിഗൂഢമായ രഹസ്യ അജണ്ടകൾ കൂടിയാൽ ഈ രാത്രി ദൈവത്തിൽ ആശ്രയിച്ചു നിൽക്ക്. ഈ രാത്രി നീ ദൈവഭക്തനാണെങ്കിൽ നീ തകരില്ല, നിന്റെ തലമുറകൾ തകരില്ല. നിന്റെ തലമുറയോളം അവൻ നിന്നെ അനുഗ്രഹിക്കും. ദൈവമത്രേ. രാത്രി ഞാൻ പറയാം, മനുഷ്യന്റെ മുൻപിൽ ഭക്തി കളിച്ചിട്ട്, മാസ്ക് ഇട്ട് ഭക്തി കളിച്ചിട്ട് ദൈവത്തിന്റെ മുൻപിൽ ഒന്നുമില്ലാത്തവനായി മാറരുത്. ലോകം അംഗീകരിച്ചില്ലേലും ദൈവം നിന്നെ അംഗീകരിക്കണം. ദൈവം നിന്നെ അംഗീകരിക്കണം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ദൈവം നിന്നെ അംഗീകരിക്കണം. ആരും നിന്നെ അംഗീകരിച്ചില്ലെങ്കിലും ദൈവം നിന്നെ അംഗീകരിക്കണം. കൂട്ടുകാർ നിന്നെ അംഗീകരിച്ചില്ലെങ്കിലും ദൈവം നിന്നെ അംഗീകരിക്കണം. ഹല്ലേലൂയ. കുടുംബക്കാർ അംഗീകരിച്ചില്ലെങ്കിലും ദൈവം നിന്നെ അംഗീകരിക്കണം. അങ്ങനെയുള്ളവൻ്റെ തലമുറ 1000 തലമുറ വരെ എൻ്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കും. ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഇന്ന് നിനക്ക് മാറി കൊടുക്കാൻ വസ്ത്രം കാണില്ല, നല്ല ആഹാരം കാണില്ല, ചേർത്ത് പിടിക്കാൻ ആരും കാണില്ല. ഇന്ന് രാത്രിയിലും കുത്തുവാക്കായിരിക്കും. ആരുമില്ലേലും ദൈവം ഉണ്ടല്ലോ, ആരുമില്ലേലും ദൈവം ഉണ്ടല്ലോ. അവൻ അനുഗ്രഹിച്ചാൽ 1000 തലമുറയോളം നിന്നെ അനുഗ്രഹിക്കും. അവൻ വർദ്ധിപ്പിച്ചാൽ 1000 തലമുറയോളം നിന്നെ വർദ്ധിപ്പിക്കും. രാത്രി സ്നേഹത്തോടെ ഞാൻ പറയാം, ഈ ലോകത്തെന്തുണ്ടായിട്ടും ദൈവമില്ലെങ്കിൽ, വലിയ വീട് വച്ചിട്ട് ആ വീട്ടിനകത്ത് ദൈവം ഇല്ലെങ്കിൽ, വലിയ ജോലി ഉണ്ടായിട്ട് ജോലിക്കകത്ത് ദൈവ സാന്നിധ്യമില്ലെങ്കിൽ, നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? ഈ ലോകത്തിലെ എല്ലാ ഉയർച്ചകൾ നേടിയിട്ട് ദൈവം നിൻ്റെ കൂടെ ഇല്ലെങ്കിൽ നിന്നെപ്പോലൊരു അരിഷ്ട മനുഷ്യൻ ആരാ ഉള്ളേ? നിന്നെപ്പോലൊരു ബുദ്ധിശൂന്യൻ ആരാ ഉള്ളേ? ഈ രാത്രി ഒന്നുമില്ലല്ലോ, ദൈവം കൂടെ ഉണ്ടെങ്കിൽ ദൈവം നിന്നെക്കുറിച്ച് പറയിട്ട് ഇവൻ യഹോവ ഭക്തനായ മനുഷ്യനാണ്. സ്നേഹത്തോടെ ഞാൻ പറയാം, ഇന്ന് രാത്രിയിൽ ഈ ലോകത്തിലെ സകലരെയും നമുക്ക് മാറ്റി നിർത്തി പറ്റിക്കാൻ കഴിയും. പക്ഷേ ദൈവത്തെ പറ്റിക്കാൻ കഴിയില്ല. ദൈവത്തെ പറ്റിക്കാൻ കഴിയില്ല. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, അത്തിയുടെ മുകളിലിരിക്കുന്ന സക്കായിയെ എൻ്റെ ദൈവം കണ്ടവനാണ്. നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? അത്തിയുടെ മോളിലിരുന്ന സക്കായി എൻ്റെ ദൈവം കണ്ടോ? അത്തിയുടെ താഴെ ഇരുന്ന നദലിയെ എൻ്റെ ദൈവം കണ്ടോ? കടലിൻ്റെ ആടിത്തട്ടിലൂടെ ഊളമിട്ട് പോയ മത്സ്യത്തിൻ്റെ വയറ്റിനകത്തിരുന്ന ചതുർബ്രഹ്മ മണത്തെ കണ്ടവനാണ് എൻ്റെ ദൈവമെങ്കിൽ, ഇന്ന് രാത്രി നിനവയിലേക്ക് പോകാൻ വിളിക്കപ്പെട്ടവൻ തർസീസിലേക്ക് കപ്പൽ കയറിയപ്പോ കപ്പലിനെ കണ്ടവനാണ് എൻ്റെ ദൈവമെങ്കിൽ, ഇന്ന് രാത്രി നിന്റെ പുറമേയുള്ളതല്ല എൻ്റെ ദൈവം നിന്റെ അകമേയുള്ളത് കാണുന്നുണ്ട്. ഇന്ന് രാത്രി സ്നേഹത്തോടെ ഞാൻ പറയാ, ഈ തലമുറയിൽ നമുക്ക് ദൈവഭക്തനായി ജീവിക്കാമോ? ഹല്ലേലൂയ. ഇന്ന് രാത്രി നീ ഒരു ദൈവഭക്തനായി ജീവിച്ചാൽ നിന്റെ 1000 തലമുറകൾ വരെ അനുഗ്രഹത്തെ ചുമപ്പാൻ നിനക്കിടവരുത്. നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? വേദപുസ്തകത്തിനകത്ത് നിന്ന് പ്രസംഗിക്കണം. എൻ്റെ മുമ്പിൽ സമയത്തിൻ്റെ പരിമിതിയുണ്ട്. ഒറ്റ വാക്കി ഞാൻ തൊട്ടുവിടാം. ഒരുവൻ യഹോവ ഭക്തനാണെങ്കിൽ അവന് മാത്രം ദൈവം കൊടുത്തിരിക്കുന്ന 1-2 പ്രിവിലേജുകളുണ്ട്. വേഗത്തിൽ വായിക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് വായിച്ചു വിടാമോ? സങ്കീർത്തനങ്ങളുടെ പുസ്തകം സങ്കീർത്തനങ്ങളുടെ പുസ്തകം
33:18. മതി, കണ്ടോ? ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ദൃഷ്ടി യഹോവയുടെ ഭക്തൻ്റെ മേലുണ്ട്. ഇന്ന് രാത്രി നിന്നെ കാണാനും നിന്റെ വേദന എന്തെന്ന് തിരിഞ്ഞു നോക്കാനും ഉലകത്തിലാരുമില്ലെങ്കിലും സങ്കീർത്തനക്കാരൻ പറയുന്നു, യഹോവ ഭക്തൻ്റെ ഒന്നാമത്തെ പ്രിവിലേജ്, യഹോവയുടെ ദൃഷ്ടി അവൻ്റെ മേലുണ്ട്. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുമ്പോഴും ആത്മമറിവിൽ പറയണം, അപ്പൻ എന്നെ കണ്ടില്ലേലോ, ഉലകത്തിൽ അമ്മ എന്നെ കണ്ടില്ലേലോ, കുടുംബക്കാരെന്നെ കണ്ടില്ലേലും കൂട്ടുകാരെന്നെ കണ്ടില്ലേലോ, എന്നെ ആരാധിക്കുന്ന കൂടെ ആരാധിക്കുന്ന ദൈവജനം എന്നെ കണ്ടില്ലേലോ, എൻ്റെ വേദന കാണുന്നൊരു സ്വർഗമുണ്ട്. ഇന്ന് രാത്രി അവൻ്റെ ദൃഷ്ടി നിന്റെ മേലുണ്ടെങ്കിൽ വചനം പറയുന്നു, മോശേ ഇസ്രായേലിനോട് നീ പോയി പറ, അവരുടെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടുമിരിക്കുകയാണ്. ഇന്ന് രാത്രി ചിലവിനെ ദൈവം കണ്ടിട്ടുണ്ട്, നിന്റെ ചില അടിമതുകത്തെ കണ്ടിട്ടുണ്ട്, ചില വേദനയെ കണ്ടിട്ടുണ്ട്. ആരും അറിയാതെ നിന്നെ തകർത്തുകളയോ ശത്രു ഇട്ട ചില പദ്ധതികള് എൻ്റെ ദൈവം കണ്ടിട്ടുണ്ട്. കാരണം അവന്റെ ദൃഷ്ടി 24/7 നിന്റെ മേലിരിക്കുന്നുണ്ടെങ്കിൽ ഈ രാത്രി ഒരു ധൈര്യത്തോടെ ആമേ കരമടിച്ചു സ്തുതിക്കാ നമുക്ക് വകയുണ്ടെന്നറിയാമോ? ഈ രാത്രി ആർക്കും ദയ തോന്നാതിരുന്ന നമ്മെ കാണുന്നൊരു ദൈവമുണ്ട്, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ട്. ഈ രാത്രി വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമടിച്ചെന്റെ ദൈവത്തിന് ആരാധന കൊടുത്തോട്ട്. ഓഹോ ഇന്ന് രാത്രി ആത്മാവിൽ സ്തുതിക്ക്. ഇന്ന് രാത്രി യഹോവയുടെ ദൃഷ്ടി അവന്റെ ഭക്തന്മാരുടെ മേലുണ്ട്, അവന്റെ ഭക്തന്മാരുടെ മേലുണ്ട്. ആരാ പറഞ്ഞ നീ ഒറ്റയ്ക്കാണെന്ന്? ആരാ പറഞ്ഞ നിന്നെ ആര് തിരിഞ്ഞു നോക്കാനില്ലെന്ന്? ആരാ പറഞ്ഞ നിന്നെ ആര് കാണുന്നില്ലെന്ന്? ആരാ പറഞ്ഞ നിന്റെ വേദനയ്ക്കകത്ത് ആരുമില്ലെന്ന്? ഈ രാത്രി ദൈവം പറയുകയോ, എന്റെ ദൃഷ്ടി നിന്റെ മേലുണ്ട്, എന്റെ ദൃഷ്ടി നിന്റെ മേലുണ്ട്. ഈ രാത്രി ചിലവിനെ ആത്മാവ് ഇടപെടുകയാണ് കേട്ടോ, ചിലവിനെ ആത്മാവ് ഇടപെടുകയാണ്. ഇന്ന് രാത്രി ചിലവിനോട് ദൈവം കൃത്യമായി ഇടപെടുകയോ. നീ ഭക്തനായി ജീവിച്ചിട്ട് നീ തകർന്നു പോകാൻ അല്ല കുഞ്ഞ്. 24/7 എന്റെ ദൃഷ്ടി നിന്റെ മേലുണ്ടെങ്കിൽ ഈ രാത്രി നിന്നെ തകർത്തുകളയാ ഒരു ശക്തനും കടിയത്തില്ല, ഒരു ബലവാനും കടിയത്തില്ല. കാരണം സർവശക്തന്റെ ആമേൻ അഗ്നിജ്വാലക്കൊത്ത കണ്ണുകൾ ഈ രാത്രിയിലും നിന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ രാത്രി ആ പ്രിവിലേജ് തിരിച്ചറിയുന്നവർ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. അർത്ഥമനന്ധുര ഘടകധരാജല 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 ഘടകം താര അർത്ഥമാന അർത്ഥമാന ധീരമനന്ത രീഖന്താര ഘടകപരാജല ഘടകധരാജല ഘടകധാര. ഇന്ന് രാത്രി വ്യക്തമായ വിലപം ദൈവം ചിലവിനെ ഇന്ന് രാത്രി തൊടുകയാ. ഇന്ന് രാത്രി ചില ആദർശ മണ്ഡലത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാ. ഇന്ന് രാത്രി ധൈര്യത്തോടെ പറ, യഹോവയുടെ ദൃഷ്ടി എൻ്റെ മേലുണ്ട്, യഹോവയുടെ ദൃഷ്ടി എൻ്റെ മേൽ ഉണ്ട്. ഇന്ന് രാത്രി പറഞ്ഞോണം, നിന്റെ കണ്ണിന്റെ മുൻപിൽ ഒന്നും കാണുന്നില്ല, പക്ഷെ ദൈവം നിന്നെ ദൃഷ്ടി വച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ഇതിനകത്ത്, ഈ പാളയത്തിനകത്ത്, തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗത്തിനകത്ത്, ഈ മഠത്തിൽ ടവേഴ്സിന്റെ 3rd ഫ്ലോറിൽ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ ലൈവിലൂടെ ലോകരാജ്യങ്ങളിലിരുന്ന് ഞങ്ങളെ കാണുമ്പോൾ നിങ്ങളായിരിക്കുന്ന ഇടത്ത് ദൈവത്തിന്റെ ദൃഷ്ടി നിന്നെ നോക്കുന്നുണ്ട്. ഇന്ന് രാത്രി ഒരു സന്തോഷ വാർത്ത ഞാൻ പറയട്ടെ.
ഒരു സന്തോഷ വാർത്ത ഞാൻ പറയട്ടെ. രാത്രി പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോണം കേട്ടോ. നിന്റെ കണ്ണിൻ്റെ മുൻപിൽ ചിലതൊക്കെ അടഞ്ഞിരുന്നാലും നീ പോലും അറിയാത്ത ദൈവിക സംരക്ഷണമുണ്ട്. നീ പോലും അറിയാത്ത ചില ദൈവിക പ്രവൃത്തിയുണ്ട്. നീ ദൈവഭക്തനാണോ? അങ്ങനെയൊന്നും നിന്നെ തട്ടിക്കളിക്കാൻ കഴിയില്ല. നീ ദൈവത്തിന് വേണ്ടി വില കൊടുത്തു നിൽക്കുന്നവനാണോ? അങ്ങനെയൊന്നും നിന്നെ തട്ടിക്കളിക്കാൻ കഴിയില്ല. മനുഷ്യനിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ തന്നെ ആശ്രയം വച്ചവനാണോ നീ? ഇന്ന് രാത്രി നിന്നെ ഒതുക്കാൻ കഴിയില്ല. കാരണം നിന്നെ കാണുന്ന ഒരു ദൈവത്തിന്റെ കണ്ണുണ്ട്. യഹോവയുടെ ദൃഷ്ടി അവന്റെ ഭക്തന്മാരുടെ മേലിരിക്കുകയാണ്. ഈ രാത്രി ഞാൻ വിശ്വസിക്കുന്നു, ചിലവിന്റെ മേൽ ദൈവത്തിന്റെ ദൃഷ്ടി വീണ് ചിലവിനെ ആത്മാവ് മടക്കിക്കൊണ്ടുവരട്ടെ. ഓ ശബരബര രാത്രി സ്നേഹത്തോടെ ഞാൻ പറയാം, ദൈവത്തിന്റെ ദൃഷ്ടി നമ്മുടെ മേലുണ്ട്. രാത്രി ദൈവം നമ്മെ കാണുന്നുണ്ടെങ്കിൽ ആര് കണ്ടില്ലെങ്കിൽ എന്നാ വിഷയം? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? മോശയോട് പറഞ്ഞു, മോശ ഇസ്രായേലിന്റെ നിലവിളി ഞാൻ അവരുടെ കഷ്ടത ഞാൻ കണ്ടു ഞാൻ 2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഹലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 400 വർഷത്തെ അടിമവാസം തുടങ്ങിയത് മുതൽ ഇന്ന് വരെയും നിന്നെ ഒതുക്കിയ നിന്റെ പിതാക്കന്മാരെ തകർത്ത അബേ മണ്ണിൽ നീ അനുഭവിച്ച കഷ്ടത ഞാൻ കണ്ടു കേട്ടോ. ഇന്ന് രാത്രി വചനം ഇങ്ങനെ പറയുന്നുണ്ട്, വചനം കൃത്യമായി പറയുന്നുണ്ട്, നോഹയും അവൻ്റെ പെട്ടകത്തിലുള്ളവരെയും ദൈവം കണ്ടു. ഇന്ന് രാത്രി യഹോവ ഭക്തനാണോ നോഹേ? ഇന്ന് രാത്രി 120 വർഷം പ്രസംഗിച്ചിട്ടോ ആരും നിന്റെ വാക്ക് കേട്ടില്ലേലോ? ഒരു പൊട്ടനെ പോലെ പെട്ടകം പണിത് ദൈവരാജ്യത്തിന് വേണ്ടി നീ പ്രസംഗിച്ചെങ്കിൽ ഇന്ന് രാത്രി നിന്റെ വേദനയ്ക്കകത്ത് മനുഷ്യന്റെ മിന്ന വാക്കിനകത്ത് നീ എൻ്റെ വാക്കനുസരിച്ചൊരു ഭക്തനായി നിന്നത് ഞാൻ കാണാതെ പോകുന്നവനല്ല. ഇന്ന് രാത്രി ഭൂമിയുടെ അടുതുകൾ തുറന്നാല് സ്വർഗത്തിന്റെ കിളിവാതിൽ തുറമാല് ഇന്ന് രാത്രി ഭൂമി മുഴുവനും ജലപ്രളയത്ത മുങ്ങപ്പെട്ടാല് സകലതും പ്രതികൂലമായി മാറ്റിയാല് ഈ രാത്രി ആത്മാവിലൊരു ദൂത് വൈമാറാ. നീ ആയിരിക്കുന്ന പെട്ടകമാടി ഉലഞ്ഞാല് നിന്നെ മാത്രമല്ല നിന്റെ കൂടെയുള്ളവരെ കാണുന്നൊരു ദൈവത്തെയാണ് ഈ രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്. ഇന്ന് രാത്രി ആരോടൊക്കെ ഇടപെടുകയ മാതാവ് പിതാവ്, ഒരുപക്ഷെ നീ ഒറ്റയ്ക്കായിരിക്കാം, ഈ ഹോളിനകത്തായിരിക്കുമോ ഈ പ്രസംഗം കേൾക്കുന്നത് നീ ഒറ്റക്കായിരിക്കാൻ. പക്ഷേ നീ ദൈവഭക്തനായി ജീവിച്ചത് കൊണ്ട് നിന്നെ മാത്രമല്ല നിന്റെ കുടുംബത്തിലുള്ളത് കാണുന്നൊരു ദൈവമുണ്ട്. നിന്റെ പെട്ടകത്തിലുള്ളതിനെ അറിയുന്നൊരു ദൈവമുണ്ട്. നോഹേ, ഈ രാത്രി വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമടിച്ച് ദൈവത്തിലാണ് ആടിയുലയില്ല കേട്ടോ, ആടിയുലയില്ല കേട്ടോ. അധികകാലം ഇത് ആടിയുലയില്ല, അധികകാല നീലം തൊടാതെയിലൂലയില്ല. ഇന്ന് രാത്രി എൻ്റെ ദൈവം കണ്ട, എൻ്റെ ദൈവം കണ്ട, എൻ്റെ ദൈവം കണ്ട. അവൻ ഉറക്കേണ്ട ആരാരത്തിൽ ചിലത് ഉറയ്ക്കു. 2025 16ാമത്തെ രാത്രി ആത്മാവ് ചിലവിനെ ദൂത് കൈമാറുക. ആടി ഉലയുന്ന നിന്റെ പട്ടകമുണ്ടല്ലോ, ആടി ഉലയുന്ന നിന്റെ ഭാവിയുണ്ടല്ലോ, ആടി ഉലയുന്ന നിന്റെ വിദ്യാഭ്യാസമുണ്ടല്ലോ, ആടി ഉലയുന്ന നിന്റെ തലമുറയുടെ ഭാവിയുണ്ടല്ലോ. ചിലത് ദൈവം ഉറപ്പിക്കാൻ വകയോ. ഒരു മനുഷ്യനും ദയ തോന്നിയില്ലെങ്കിലോ ഈ രാത്രി ഉറക്കേണ്ട ചിലടത്ത് എന്റെ ദൈവം നിന്നെ ഉറപ്പിക്കാൻ വകയോ. കാരണം അവന്റെ ഭക്തന്മാരുടെ മേൽ യഹോവയുടെ ദൃഷ്ടി ഇരിക്കുക.
ഇത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ വലിയ ദൈവ സാന്നിധ്യം ചില കൂടാരങ്ങളുടെ തകർന്നു പോയ ചിലവിനെ ആത്മാവ് പണിയുകയാണ്. ഈ രാത്രി ആത്മാവ് പണിയുകയാണ്. കൃത്യമായി ദൈവത്തോട് പറ, കർത്താവേ, എൻ്റെ ഭാവി ഇന്നതാണ്, എൻ്റെ ശുശ്രൂഷ ഇങ്ങനെയാണ്, എനിക്ക് കഴിവില്ലാത്തവനാണ്, ആമേൻ, എനിക്ക് മിടുക്കില്ലാത്തവനാണ്, എനിക്ക് സൗന്ദര്യമില്ലാത്തവനാണ്. ഈ രാത്രി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ രാത്രി സമർപ്പിക്ക്. ശക്തന്മാർക്ക് എത്താൻ കഴിയാത്തിടത്ത് നിന്നെ ലിഫ്റ്റ് ചെയ്ത് ഇരുത്തുന്ന ഒരു വലിയൊരു ദൈവപ്രവൃത്തി. ആമേ, താഴ്വരയിൽ നിന്ന് ഉയർന്ന പെട്ടകം ഇരുന്നത് താഴ്വരയിലല്ല കുഞ്ഞ്, താഴ്വരയിൽ നിന്ന് ഉയർന്നിട്ടുണ്ടോ? ഇരിക്കുന്നത് പർവ്വതത്തില. നീ അനുഭവിക്കുന്ന വേദന വെളിപ്പെട്ടത് താഴ്വരയിലാണെങ്കിൽ നിന്റെ വേദന നിന്നെ കൊണ്ടിരുത്തുമവ ദൈവത്തിന്റെ കരുതലിന്റെ പർവ്വതത്തില. ദൈവത്തിന്റെ ഈ രാത്രി കരമടിച്ച് ലൈവിലൂടെ ഞങ്ങളെ കാണുന്നവ ഈ രാത്രി വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുക. എൻ്റെ ദൈവത്തിൻ്റെ വലിയ ദൈവപ്രവർത്തികൾ നിന്റെ കൂടാരത്തിൻ്റെ മേൽ ആഴമായി വെളിപ്പെടാൻ പോകുക. ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ലാത്തൊരു ഉയർച്ച എൻ്റെ ദൈവം നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുത്താൻ പോകുക. ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ലാത്തൊരു സ്വസ്ഥത, ഒരു സമാധാനം എൻ്റെ ദൈവം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്താൻ പോകുക. വർഷങ്ങളായി ആടി ഉലയുന്നു, നാളുകളായി ആടി ഉലയുന്നു, ഒരു സമാധാനമില്ല, ഒരു സ്വസ്ഥതയില്ല. ഇന്ന് രാത്രി നിന്നെ എത്തിക്കേണ്ടടുത്ത് എൻ്റെ ദൈവം എത്തിക്കാൻ പോകുക. നിന്റെ തലമുറ ഉറപ്പിക്കേണ്ടടുത്ത് എൻ്റെ ദൈവം ഉറപ്പിക്കാൻ വ്യക്തമായി 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 രാത്രി വിശ്വസിക്കുക. യഹോവയുടെ ദൃഷ്ടി അവൻ്റെ ഭക്തന്മാരുടെ മേലുണ്ട്. ഇന്ന് രാത്രി ഉലകത്തിലാരും നിന്നെ തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും ദൈവം നിന്നെ കാണുന്നുണ്ട്. നീ അനുഭവിച്ച വേദന ദൈവം കാണുന്നുണ്ട്. നീ അനുഭവിച്ച കഷ്ടത ദൈവം കാണുന്നുണ്ട്. നിങ്ങളെൻ്റെ കൂടെയുണ്ടോ? നീ അനുഭവിച്ച കണ്ണുനീർ കാണുന്നുണ്ട്. മലകളിൽ നീ അനുഭവിച്ച വേദന ദൈവം കാണുന്നുണ്ട്. അവൻ കണ്ട ആ വേദന എന്നും നിന്റെ കൂടെ കാണില്ല. അവൻ കണ്ട നിന്റെ സ്ഥിതി എന്നും അതുപോലെ ആയിരിക്കില്ല. അവൻ നിന്നെ കണ്ട നിന്റെ സ്ഥിതി മാറ്റും, നിന്റെ അവസ്ഥ മാറ്റും. ശബരദലഘടക റിഖമനദരഘടക ശറൈകൊമൊനധുരഘടക ശറൈഖൈമെനദരഘടക ശബരദലഘടക അർത്ഥമാന ദുരദലഘടക അർത്ഥരേഖം ശകേരദലഘടക അർത്ഥമാന ദുരദലഘടക അർത്ഥലേഖമക്ഷഹോറമനദലഘടക. നിന്റെ സ്ഥിതിയെ മാറ്റാൻ കഴിയുന്നൊരു ദൈവത്തിൻ്റെ സാന്നിധ്യം. ഓ വാട്ട് എ മൈറ്റി പ്രസൻസ്. രാത്രി ഞാൻ ഒരു ഉറപ്പ് തരാം. ഭക്തനായി നിൽക്ക, അവൻ്റെ ദൃഷ്ടി നിന്റെ മേൽ കാണും. 3-4 കാര്യങ്ങൾ എനിക്ക് പ്രസംഗിക്കണമെന്ന് ആഗ്രഹമുണ്ട്. 1-2 വാക്യങ്ങൾ മാത്രം തൊട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. ഒന്ന് വായിക്കാമോ? സങ്കീർത്തനം 34 അതിൻ്റെ 7-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. 33:18 നമ്മൾ വായിച്ചത്. യഹോവയുടെ ദൃഷ്ടി അവൻ്റെ ഭക്തന്മാരുടെ മേലുണ്ട്. 34:17 ഇങ്ങനെ വായിക്കുന്നു. ഒന്ന് വായിക്കാമോ? സങ്കീർത്തനം 34:7 സോറി 17 അല്ല 7. കേട്ടോ, യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ മേൽ പാളയമിറങ്ങി. ഇന്ന് രാത്രി നീ സഞ്ചരിക്കുമ്പോൾ നീ ഒറ്റയ്ക്കല്ല, ദൈവത്തിൻ്റെ ദൂതന്മാർ നിൻ്റെ കൂടെയുണ്ട്. എല്ലാവർക്കുമുള്ള പ്രിവിലേജ് അല്ല പ്രിയരേ ഇത്.
യഹോവയുടെ ഭക്തന് വേണ്ടി മാത്രം എന്റെ ദൈവം കൊടുത്ത പ്രിവിലേജാണ്. യഹോവയുടെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി ദൈവത്തിന്റെ ദൂതന്മാർ അവരെ വിടുവിക്കുകയാണ്. ആരാധിക്കുന്നവർക്കില്ല, ചുമ്മാ വന്നിട്ട് പോകുന്നവർക്കില്ല. യഹോവയുടെ ഭക്തന് വേണ്ടി മാത്രം ദൈവത്തിൻ്റെ ദൂതന്മാരുടെ കാവലുണ്ട്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഒരുപക്ഷെ വേദനാജനകമായ ജീവിതത്തിനകത്ത് രാത്രിയെ പകലാക്കി ഉറങ്ങാൻ കഴിയാത്ത രാത്രികളിലും നീ പോലും അറിയാതെ ദൈവത്തിൻ്റെ ദൂതന്മാർ നിനക്ക് കാവലുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? ഒരിക്കൽ ശത്രുരാജ്യം എലീശയ്ക്കെതിരെ വരികയാണ്. അബിരാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ എലീശയുടെ ഭൃത്യൻ ഭയന്ന് ആമേൻ എലീശയുടെ അടുക്കൽ പോയിട്ട് പറയുന്നു, യജമാനനേ, നമ്മുടെ മുറ്റം നിറച്ചു നമ്മുടെ ആമേ കൂടാരത്തിനു ചുറ്റും ശത്രുപാളയം നിറഞ്ഞു നിൽക്കുകയാണ്. എലീശയുടെ ചോദ്യം, എടാ നീ ശത്രുപാളയത്തെ മാത്രമാണോ കാണുന്നേ? എലീശ പറയുന്നത്, ഞാൻ കാണുന്നത് അതല്ല. ഞാൻ കിടന്നുറങ്ങിയപ്പോഴും എനിക്ക് വേണ്ടി കാവൽ നിന്നൊരു സൈന്യത്തെ ഞാൻ കാണുന്നുണ്ട്. ഗേഹസി ചോദിക്കുക, എവിടെയാ സൈന്യം? ഞാനൊന്നും. രാത്രിയിൽ നമ്മുടെ ചിന്ത ശത്രുവിൻ്റെ അളവ് വലുതാണ്. ശത്രുവിൻ്റെ വലിപ്പം പറയാനാണ് നമുക്ക് 100 നാവ്. ഇന്ന് രാത്രി നിങ്ങൾ വലിപ്പം പറഞ്ഞോ? ഒരു ഉറപ്പ് ഞാൻ പറയാം, ദൈവഭക്തനാണെങ്കിൽ ദൈവത്തിൻ്റെ ദൂതൻ്റെ സംരക്ഷണം നിന്റെ മേലുണ്ട്. ഇന്ന് രാത്രി ദൈവിക ദൂതന്മാരുടെ സംരക്ഷണം നിന്റെ മേലുണ്ട്. ഗേഹസിയോട് എലീശ പറയുക, ഗേഹസിയെ, ഞാൻ നിനക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോകുക. ദൈവസന്നിധിയിൽ എലീശ പ്രാർത്ഥിച്ചു, ദൈവമേ ഇവന്റെ കണ്ണൊന്ന് തുറക്കണമേ. കണ്ണു തുറന്നപ്പോൾ ഗേഹസി കണ്ടത് ശത്രുവിന്റെ സൈന്യത്തെയല്ല, അഗ്നിമയ രഥങ്ങളും കുതിരകളുമാ ദൈവിക സ്വർഗീയ സൈന്യം എലീശയുടെ കൂടാരത്തിന് ചുറ്റും. ഇന്ന് രാത്രി എലീശേ, നീ ദൈവപുരുഷനാണോ? ഈ ദൈവത്തിന്റെ മനുഷ്യനാണോ? ഈ യഹോവ ഭക്തനാണോ? നിനക്ക് ചുറ്റും പാളയമിറങ്ങി വിടിവിക്കുന്ന ദൈവത്തിന്റെ ഭൂതനുണ്ട്. ആരാ പറഞ്ഞ് നിന്നെ തകർത്തു കളയുമെന്ന്? ആരാ പറഞ്ഞ് നിന്നെ ആവേശത്തുനിന്ന് ഓട്ടിക്കുമെന്ന്? നീ ആരാ പറഞ്ഞ് നീ ആവേശത്തുനിന്ന് ഓടിപ്പോകുമെന്ന്? ആരാ പറഞ്ഞ് നിന്റെ തലമുറയെ ഭാവിയെ കെട്ടുമെന്ന്? ആരാ പറഞ്ഞ് നിന്റെ തലമുറയുടെ വിദ്യാഭ്യാസത്തെ ഒതുക്കുമെന്ന്? ആരാ പറഞ്ഞ് നിന്റെ ഉപജീവനത്തെ കെട്ടിത്തീർക്കുമെന്ന്? ഇന്ന് രാത്രി ആത്മാവിൽ ഒരു ദൂത് കൈമാറാ. നീ യഹോവ ഭക്തനാണോ? നിനക്ക് ചുറ്റും പാളയമിറങ്ങിയിരിക്കുന്ന ദൈവത്തിന്റെ മഹാ സൈന്യമുണ്ട്. ഇന്ന് രാത്രി നിന്റെ കണ്ണു തുറന്ന് കാണ്. അഗ്നിമയ രഥങ്ങളും കുതിരകളുമാ. അർത്ഥമാന ദൂരവലച്ചര ഘടകപരാധല ഘടക ദുരപക്ഷമരം ദുരഘടകപരാധര ഘടക ദുരാജല ഘടക ധീരം ധാരം 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 ധീരം ധാര അർത്ഥമാന ധീര ധാര ധാരം ധാരം ധീരം ധാര അർത്ഥലഘടക ദുരാജലഘടക ദുരീഗമനം ദരഘടക. ഇന്ന് രാത്രി നീ ഒറ്റയ്ക്കല്ല, നീ ഒറ്റയ്ക്കല്ല. നീ കിടന്നുറങ്ങുമ്പോൾ നിനക്ക് ചുറ്റു ഒരു സൈന്യമുണ്ട്. നിനക്ക് ചുറ്റും പാളയമിറങ്ങിയിരിക്കുന്ന ദൈവത്തിന്റെ ദൂതനുണ്ട്, ദൈവത്തിന്റെ ദൂതന്മാരുണ്ട്. അവരെ ധാരണം ചെയ്തിട്ട് നിന്നെ തകർക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രി അശൂർ പാളയത്തിനകത്ത് ഒരു ദൂതൻ ഇറങ്ങിയപ്പോൾ 1,85,000 പേരുടെ തലയെ കൊയ്തെടുത്തു എങ്കിൽ ഈ രാത്രി ഒരു ദൂതന്റമായി ഒരു സൈന്യമായി ദൂതന്മാർ ഇറങ്ങിയ നിനക്ക് ചുറ്റും പാളയം ഇറങ്ങിയ നിനക്കെതിരെ ആരെഴുന്നേറ്റു വരൂ? നിനക്കെതിരെ ആര് നിൽക്കൂ? നിന്റെ സഭയ്ക്കെതിരെ ആര്? എന്തിനാ ഭാരപ്പെടുന്നേ? എന്തിനാ ഭയപ്പെടുന്നേ?
നീ തീർന്നു പോകില്ല, നിന്റെ സഭ തീർന്നു പോകില്ല, നിന്റെ ശുശ്രൂഷ തീർന്നു പോകില്ല, നിന്റെ കുടുംബം ചിതലമാകില്ല, നിന്റെ തലമുറയുടെ ഭാവി നീ കാണാതെ പോകില്ല. ഇന്ന് രാത്രി എത്ര വലിയ ശത്രുപാളയങ്ങൾ നിനക്ക് ചുറ്റും പമ്പടിച്ചാല് ഇന്ന് രാത്രി അവരെക്കാൾ വലിയ ഒരു ദൂതന്മാരുടെ സംരക്ഷണമുള്ള ദൈവജനത്തോടാണ് ഈ രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്. What a privilege, what a privilege. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ദൃഷ്ടി മാത്രമല്ല കേട്ടോ, നിന്നെ എല്ലാവർക്കും തട്ടിക്കളിക്കാൻ കഴിയില്ല. നീ ഒരു പാവമായിരിക്കാം, നിന്നെ എല്ലാവരും തകർക്കാൻ ശ്രമിക്കുന്നതായിരിക്കാം. ഇന്ന് രാത്രി നിനക്ക് ചുറ്റും പാളയമിറങ്ങിയിരിക്കുന്ന ഒരു ദൂതൻ സൈന്യമുണ്ട്. ഹലോ, ദൂതൻ എന്നല്ല പറഞ്ഞ ദൂതന്മാരുണ്ട്, ദൂതന്മാരുണ്ട്. അവർ നിനക്ക് ചുറ്റും പാളയമിറങ്ങിയിരിക്കുക, നിനക്ക് ചുറ്റും പാളയമിറങ്ങിയിരിക്കുക. വയനാടിൽ ദുരന്തം നടന്നപ്പോൾ ഇന്ത്യൻ ഫോഴ്സ് അവിടെ പാളയമിറങ്ങി, അവിടെ ടമ്പടിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവരെല്ലാം എടുത്ത് അത് നോർമലായപ്പോൾ അവർ തിരിച്ചുപോയി. ഇന്ന് രാത്രി ഒരു ദൂത് ഞാൻ കൈമാറാം. നീ യഹോവ ഭക്തനാണെങ്കിൽ നിന്റെ കണ്ണടയുന്നത് വരെ, നീ ലോകത്തുനിന്ന് യാത്ര തിരിക്കുന്നത് വരെ നിനക്ക് 24/7 ഒരു സംരക്ഷണമുണ്ട്, ഒരു പാളയമുണ്ട്. നിന്നെ തകർക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആ വചനം പറയുന്നത്, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടവന് അവർ നിന്റെ കൈകളിൽ വഹിച്ചുകൊള്ള. ഭക്തന്റെ 1-2 പ്രിവിലേജുകളുണ്ട്. എനിക്ക് മുമ്പിൽ സമയമില്ല, ഞാൻ വേഗത്തിൽ വിരാമം വിടാൻ ആഗ്രഹിക്കുക. കർത്താവ് അനുവദിച്ചാൽ വേറൊരു പ്രസംഗത്തിൽ ഞാനത് പ്രസംഗിക്കാൻ ആഗ്രഹിക്കുക. യഹോവ ഭക്തനാണോ, ദൈവത്തിൻ്റെ ദൃഷ്ടി നിന്റെ മേലുണ്ട്. യഹോവ ഭക്തനാണോ, ദൂതന്മാർ നിനക്ക് ചുറ്റും പാളയം ഇറങ്ങിയിട്ടുണ്ട്. മൂന്നാമത്തൊരു കാര്യം കൂടെ പ്രായിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിൻ്റെ ഹൃദയത്തെ ഒത്തിരി ടച്ച് ചെയ്തൊരു പദമാണ്. നമ്മളെല്ലാം ചിലപ്പോഴൊക്കെ പ്രാർത്ഥിക്കാറുള്ള വാചകമാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം തന്നെയാണ്. വേഗത്തിലെടുത്താട്ടെ 116:15. സങ്കീർത്തനങ്ങൾ 116 അതിൻ്റെ 15-ാമത്തെ വാക്യം. മതി, ഇന്ന് രാത്രി കേട്ടോ, യഹോവയുടെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാ. രാത്രി നീ ആര് കരുതരുത്, ദൈവത്തിന് വേണ്ടി നിന്നിട്ട് ഈ ജീവിതം മുഴുവനും ദൈവത്തിന് വേണ്ടി സാക്രിഫൈസ് ചെയ്തിട്ട് എല്ലാം ത്യജിച്ച് ജീവിച്ചിട്ട് ഈ ലോകം കൊണ്ട് തീരുന്നതാണ് ഈ ബന്ധമെന്ന്, ഈ ലോകം കൊണ്ട് തീരുന്നതാണ് ഈ ദൈവസ്നേഹമെന്ന് അല്ല. വചനം പറയുന്നു, യഹോവയുടെ ഭക്തന്മാരുടെ മരണം അവന് വിലയേറിയതാണ്. ഈ രാത്രി മരണം കൊണ്ട് തീരാത്തൊരു ബന്ധമുണ്ടെങ്കിൽ, മരണം കൊണ്ടൊതുങ്ങാത്തൊരു ബന്ധമുണ്ടെങ്കിൽ, അതിന്ന് രാത്രി ദൈവത്തെ ആരാധിക്കുന്നവരും ദൈവമായുള്ള ബന്ധമാണ്. ഇന്ന് രാത്രി നിങ്ങൾ ചോദിക്കും, പാസ്റ്ററേ, ഈ ലോകത്തിലെല്ലാവരും ഇങ്ങനെ ജീവിക്കുന്നല്ലോ, ഇങ്ങനെ പോകുന്നല്ലോ, അവരുടെ മക്കൾ ഇങ്ങനെ പോകുന്നല്ലോ, ഇവരുടെ മക്കൾ ഇങ്ങനെ പോകുന്നല്ലോ, ഈ പ്രായത്തിലുള്ളവർ ഇങ്ങനെ പോകുന്നല്ലോ, ഇങ്ങനെ ഈ പാസ്റ്റർ പോകുന്നല്ലോ. നോ 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 നോ, ഇന്ന് രാത്രി ആരെല്ലാം എങ്ങനെ പോയാലും ഈ വചനം പറയുന്ന രീതിയിൽ നീ ജീവിച്ചാ നിന്നെ ദൈവം യഹോവ ഭക്തനെന്നെണ്ണം. അവിടം കൊണ്ട് തീരില്ല. ഈ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്, മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. കപടഭക്തിയുടെ മുഖം മൂടി ധരിച്ച അനേകർ ഈ ലോകത്തിൻ്റെ മുൻപിൽ ഭക്തന്മാരായി ജീവിക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത്തിയുടെ മുകളിലിരുന്ന സഖായിയെ കണ്ട ദൈവം, അത്തിയുടെ താഴെ ഇരുന്ന നദലിയരിലെ കണ്ട ദൈവം, കടലിൻ്റെ ആഴത്തട്ടിലൂടെ ഊളമിട്ട് പോയ മത്സ്യത്തിൻ്റെ വയറ്റിനകത്തിരുന്ന ചതുർബ്രഹ്മ പണം കണ്ട
പണിതയോ. ഇന്ന് രാത്രി അവൻ നമ്മെ കാണുന്നുണ്ട്. അവൻ്റെ മുൻപിൽ ഒരു മാസ്കിനും നിൽക്കാൻ കഴിയില്ല, അവൻ്റെ മുൻപിൽ ഒന്നിനും നിൽക്കാൻ കഴിയില്ല. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ വിശുദ്ധിയോടൊന്ന് കടന്നു വരാമോ? ദാവീദ് പ്രാർത്ഥിക്കുന്നു, യഹോവേ രക്ഷിക്കണമേ. ഭക്തന്മാർ കുറഞ്ഞു പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രരുടെ ഇടയിൽ ഇല്ലാതെ പോകുകയാണ്. രാത്രി ഭക്തന്മാർ എഴുന്നേൽക്കട്ടെ. മരണത്തിനപ്പുറവും ദൈവമായുള്ളൊരു ബന്ധത്തിൽ ചലിക്കുന്ന ദൈവത്തിൻ്റെ ഭക്തന്മാർ ഈ തലമുറയ്ക്കകത്ത് എഴുന്നേൽക്കട്ടെ. എല്ലാ കണ്ണുകളും ദൈവസ്ഥലടയട്ടെ. ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുക. ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുമെങ്കിൽ ഈ രാത്രി ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഫാദർ, ഈ രാത്രി അങ്ങയുടെ കൃപ ആഴമായി ചലിക്കണേ എന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ കണ്ണുകളും ദിവസമടയട്ടെ. അപ്പാ, അങ്ങയുടെ ഭക്തനായി ജീവിപ്പാൻ, അങ്ങയുടെ ഭക്തയായി ജീവിപ്പാൻ ഒന്ന് പ്രാർത്ഥിച്ചേ, ഒന്ന് പ്രാർത്ഥിച്ചേ, ഒന്ന് പ്രാർത്ഥിച്ചേ, ഒന്ന് പ്രാർത്ഥിച്ചേ. ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ ഒരു തീരുമാനം മതി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1000 തലമുറകളെ അനുഗ്രഹം വിളിച്ചു വരുത്താൻ നമ്മുടെ ഒരു തീരുമാനം മതി. നമ്മുടെ മുൻപിലുള്ള 4 തലമുറകൾ ശാപഗ്രസ്തരായി മാറാൻ ഇന്ന് രാത്രി സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ദൈവത്തോടുള്ളൊരു അനുസരണത്തിൽ ദൈവഭക്തരായി നിന്ന് ഈ തലമുറയിൽ ദൈവത്തിന് വേണ്ടി നിൽക്കാമോ? എല്ലാ കണ്ണും ദൈവസ്ഥലടയട്ടെ. ആഴമായി ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ, ആഴമായി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ, ആഴമായി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. കല്യാണശാലയിൽ എന്നെ വിളിച്ചെന്റെ സ്വന്താപമൊക്കെ തീർത്തിടും നാൾ, കല്യാണശാലയിൽ എന്നെ വിളിച്ചെന്നെ സന്താപം ഓക്കെ തീർത്തിടും നാൾ, ശീഘ്രം വരും എൻ്റെ കാതൻ വരും, എന്നിലുല്ലാസമായി ബഹുകാലം വാഴാൻ. ഓ ശീഘ്രം വരും എൻ്റെ കാതൻ വരും, എന്നിലുല്ലാസമായി ബഹുകാലം വാഴാൻ. പിതാവില്ലാത്തോർക്കു നല്ലൊരു താതനും പെറ്റമ്മയെ കവിഞ്ഞാർദ്രവാനും, പിതാവില്ലാത്തോർക്കു നല്ലൊരു താതനും പെറ്റമ്മയെ കവിഞ്ഞാർദ്രവാനും, വിധവയ്ക്കു കാന്തനും സാധുവിനപ്പവും എല്ലാവർക്കും എല്ലാമൻ കർത്താവത്രേ. ഓ വിധവയ്ക്കു കാന്തനും സാധുവിനപ്പവും എല്ലാവർക്കും എല്ലാമൻ കർത്താവത്രേ. എന്റെ ദൈവം
സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. എല്ലാ കണ്ണുകളും ദിവസമടയട്ടെ. ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ആരും നിന്നെ തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും, ആരാലും നീ പരിഗണിക്കപ്പെട്ടില്ലെങ്കിലും, ഈ രാത്രി ആത്മാർത്ഥമായി പറ, കർത്താവേ, ഞാൻ അങ്ങയുടെ ഹിതത്തിൽ ചലിക്കാൻ ആഗ്രഹിക്കുക. യഹോവവചനായി ജീവിക്കാൻ ആഗ്രഹിക്കുക. ലൈവിലൂടെ ഞങ്ങളെ കാണുന്നവർ രാത്രി ഒന്ന് സമർപ്പിക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് സമർപ്പിക്കാം. സ്വർഗമേ, ഈ രാത്രി ഹാളിനകത്തായിരിക്കുന്നവർ, വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഞങ്ങളെ ശ്രവിക്കുന്നവർ, ഞങ്ങൾ ആത്മാർത്ഥമായി ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ രാത്രി ഞങ്ങൾ കേട്ടതുപോലെ അവരുടെ ഭക്തനായി ജീവിപ്പാൻ, ദൈവമുള്ളവനായി നിൽക്കാൻ, ഈ തലമുറയിൽ ദൈവഹിതത്തിൽ ചലിപ്പാൻ ഇടവരുത്തണമേ. ഞാൻ ഈ ജനത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുക. അവരൊരനുഗ്രഹമായി മാറട്ടെ. ഞങ്ങളുടെ ആലയത്തിൻ്റെ അതിരുകൾ വിശാലമാക്കണമേ. വലിയ ദൈവപ്രവർത്തികൾ ഓരോ പകലും ഞങ്ങൾ കാണാനിടവരുത്. ഞാൻ ഈ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ നീതി വെളിപ്പെടും. മഹത്വമെല്ലാം അങ്ങെടുക്കും. യേശുവിൻ നാമത്തിൻ്റെ ആമേൻ. ദൈവസന്നിധിയിലിരിക്കാമോ? ആശീർവാദം കൈക്കൊള്ളാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനായ ക്രിസ്തുവിൻ്റെ കൃപ, നമ്മെ ആശീർവദിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസർഗം കൂട്ടായ്മയും കാവലും നമ്മോട് നാം പ്രാർത്ഥിച്ചങ്ങളോട് ഭൂലോകത്തിലെ സകല വിശുദ്ധന്മാരോട് കർത്താവിൻ്റെ മടങ്ങി വരുവരിക്കുമാറാകട്ടെ. അടക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് കർത്താവേ വേഗം വരണമേ. പ്രാർത്ഥനയോടെ കടന്നു പോകാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും.